ഏറനാട് നിയോജക മണ്ഡലത്തിൽ വികസനം പറഞ്ഞുകൊണ്ടാണ് NDA സ്ഥാനാർത്ഥി N ശ്രീപ്രകാശ് വോട്ട് തേടുന്നത്. കഴിഞ്ഞ 15 വർഷമായി മണ്ഡലത്തെ പ്രതിനിധാനം ചെയ്ത UDF MLA PK ബഷീറിന് കാര്യമായി വികസന പ്രവർത്തനങ്ങളൊന്നും തന്നെ മണ്ഡലത്തിൽ എത്തിക്കാനും സാധിച്ചില്ല. വികസനത്തിന്റെ പേരിൽ കഴിഞ്ഞ 15 വർഷവും മണ്ഡലം പിന്നിലായിരുന്നുവെന്ന ആരോപണമാണ് NDA പ്രധാന പ്രചാരണ ആയുധമാക്കുന്നത്. മലപ്പുറത്ത് നിന്നും രമ്യാദാസ് തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. ഏറനാട് മണ്ഡലത്തിലെ NDA സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് N ശ്രീപ്രകാശാണ് ഇന്ന് തെരഞ്ഞെടുപ്പ് വിശേഷങ്ങളുമായി നമ്മളോടൊപ്പം ഉള്ളത്. ശ്രീപ്രകാശ് ഏട്ടാ, തെരഞ്ഞെടുപ്പ് ചൂട് അങ്ങ് മൂർച്ഛിച്ചെത്തിയിരിക്കുകയാണ്. കുറച്ച് ദിവസങ്ങളാണ് ഇനി പോളിംഗ് ബൂത്തിലേക്ക് എത്താനുള്ളൂ. ഈ അവസാന നിമിഷത്തിൽ എങ്ങനെയാണ് തോന്നുന്നത് മണ്ഡലത്തിൽ ഈ പ്രചരണമൊക്കെ കാണുമ്പോൾ? നല്ല പ്രചരണമാണ്. BJP ശരിക്കും നന്നായി മുന്നേറിയിട്ടുണ്ട്. 2 റൗണ്ട് പ്രചരണം പൂർത്തിയായി. എന്നാൽ എല്ലാ വീടുകളും കയറുന്നുണ്ട്. 214 ബൂത്തുകളിലും സജീവമായി പ്രവർത്തകരുണ്ട്. സംഘടനാ ശേഷി കുറവാണെങ്കിലും സജീവമായിട്ട് എല്ലാവരും കളത്തിലുണ്ട്. നല്ല മുന്നേറ്റം ഉണ്ടാക്കുമെന്നാണ് പ്രതീക്ഷ. ജനങ്ങളിൽ നിന്ന് നല്ല രീതിയിലുള്ള റെസ്പോൺസാണ് കിട്ടുന്നത്. ജനങ്ങൾ കേന്ദ്ര പദ്ധതികൾ വാങ്ങാത്ത ആളുകളില്ല എന്ന് തന്നെ പറയാം. എല്ലാവരും കേന്ദ്ര പദ്ധതികൾ വാങ്ങുന്നുണ്ട് എന്ന് സമ്മതിക്കുന്നുണ്ട്. അവർ നമ്മളെ സഹായിക്കാമെന്ന് പറയുന്നുണ്ട്. മുന്നേറ്റം ഉണ്ടാക്കുമെന്നാണ് പ്രതീക്ഷ. ഇതുതന്നെയാണ് കാരണം ഈ 140 മണ്ഡലങ്ങളിലും ചർച്ചയാവേണ്ടത് വികസനമാണ്. പലപ്പോഴും ഈ തെരഞ്ഞെടുപ്പുകളെല്ലാം ചർച്ചയാവുന്നത് വികസനത്തിനെ അപേക്ഷിച്ച് വർഗീയതയാണ്. ഇത്തവണ അത് മോശമൊന്നുമില്ലേ? പല മണ്ഡലങ്ങളിലും വർഗീയത തന്നെയാണ് വിഷയം. അപ്പോൾ ഈ ഏറനാട് മണ്ഡലത്തെ അപേക്ഷിച്ച് എങ്ങനെയാണ് തോന്നുന്നത്? കാരണം നമുക്കറിയാം ലീഗ് 3 ടേമായിട്ട് കുത്തകയായി ഭരിച്ചിരുന്നൊരു മണ്ഡലം കൂടിയാണ്. എങ്ങനെയാണ് തോന്നുന്നത് വീടുകളിലൊക്കെ ചെല്ലുമ്പോൾ? വീടുകൾ ചെല്ലുമ്പോൾ നല്ല റെസ്പോൺസാണുള്ളത്. വികസനം നടന്നിട്ടില്ല എന്ന് ജനങ്ങൾക്ക് ബോധ്യമുണ്ട്. വികസനം ഇവിടെ ചർച്ച ചെയ്യാനേ സമ്മതിക്കുന്നില്ല. ഇവിടെ 2 മുന്നണികളും വികസനം ചർച്ച ചെയ്യുന്നില്ല. ഈ മണ്ഡലത്തിൽ ഒരു കാര്യവും ചർച്ചയ്ക്ക് എടുക്കുന്നില്ല. ആകെ ചർച്ചയ്ക്ക് എടുത്ത് നമ്മൾ ഉയർത്തിക്കൊണ്ടുവന്ന ഒരു വിഷയമാണ്. അത് ഇവിടുത്തെ താലൂക്ക് ഹോസ്പിറ്റലിലെ ശോചനീയാവസ്ഥ, അതുപോലെ തന്നെ ഇവിടെ ജില്ലാ ആശുപത്രി ഇല്ല എന്ന പ്രശ്നം, അതുപോലെ തന്നെ ഇവിടെ കോളേജില്ല, സർക്കാർ കോളേജില്ല എന്ന പ്രശ്നം. അതിന് ജില്ലാ ആശുപത്രി ഇല്ല, താലൂക്ക് ഹോസ്പിറ്റലിലെ ശോചനാവസ്ഥ ഉയർത്തിക്കൊണ്ടപ്പോൾ റീൽസ് MLA വക വന്നു. അതിൽ MLA എന്നെ സമ്മതിക്കുന്നു, ഞാനിങ്ങനെ സ്ഥലം എടുത്തിട്ടുണ്ട്, ഇപ്പോൾ ഞാൻ പൈസ പാസ്സായിട്ടുണ്ട്, ഇനി കെട്ടിത്തരാമെന്ന് പറഞ്ഞു. 15 കൊല്ലമായി ജനങ്ങളെ പറ്റിക്കുന്നു. 15 കൊല്ലമായി ജനങ്ങൾക്ക് സൗജന്യ ചികിത്സ കിട്ടാനുള്ള യാതൊരു സ്ഥാപനവും ഇവിടെയില്ല. സർക്കാർ തലത്തിൽ നല്ല ചികിത്സ കിട്ടുന്നില്ല. അപ്പോൾ വികസനം എന്ന് പറയുന്നതിനെക്കുറിച്ച് ചർച്ച മാറ്റി വെച്ചുകൊണ്ട് മറ്റെന്തെങ്കിലും തരത്തേക്ക് ജനങ്ങളുടെ ശ്രദ്ധ തിരിച്ചുവിട്ടുകൊണ്ട് BJP ഒറ്റപ്പെടുത്തുവാനും അല്ലെങ്കിൽ ഇന്ത്യ രാജ്യത്ത് മറ്റെന്തോ സംഭവിക്കാൻ പോവുകയാണ് എന്ന് ജനങ്ങളെ പറഞ്ഞ് തെറ്റിദ്ധരിപ്പിക്കുകയും പ്രത്യേകിച്ച് ഇവിടെയുള്ള ന്യൂനപക്ഷങ്ങളെ പേടിപ്പിക്കുകയും ചെയ്ത് അവരെ വോട്ട് വാങ്ങി ജയിക്കുക എന്ന കൃഷിയല്ലാതെ യാതൊരു വികസനവുമില്ല, യാതൊരു സത്യസന്ധമായ ചർച്ചയുമില്ല. ചർച്ച ചെയ്യാൻ ഒരു പാർട്ടിക്കാരും തയ്യാറുമല്ല. ഇപ്പോൾ ഈ ഏറനാട് മണ്ഡലം എടുത്ത് നോക്കുകയാണെങ്കിൽ മലയോര മേഖലയാണ്, കൃഷിയാണ് കൂടുതൽ, അതുപോലെ തന്നെ ഉന്നതികളും ഒക്കെ ഉണ്ട്. അപ്പോൾ ഈ ഒരു മേഖലകളിലേക്ക് കടന്നു ചെല്ലുമ്പോൾ അവിടെയൊക്കെ ഇത്തരത്തിൽ വികസനം എത്തും. കാരണം നേരത്തെ പറഞ്ഞു റോഡുകളുടെ ശോചനീയാവസ്ഥയുണ്ട്, ആരോഗ്യ മേഖല. എങ്ങനെയാണ് ആ ഒരു കാര്യത്തിൽ? കാരണം 15 കൊല്ലമായിട്ട് ഒരേ MLA ആണ് കുത്തകയായിട്ട് വെച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എങ്ങനെയാണ് ആ ഒരു വിഷയത്തിൽ ഇടപെടലുകളും നോക്കിക്കാണുന്നത്? എങ്ങനെയാണ് ആളുകൾക്ക് ഈ MLA മാറ്റണമെന്നുണ്ട്? സത്യത്തിൽ നല്ല വർഗീയത പറഞ്ഞ് പാർട്ടി വോട്ടുകളും വർഗീയതയും പറഞ്ഞ് ഒരു വിഭാഗം വോട്ടുകൾ പൂർണ്ണമായി വാങ്ങിയെടുത്ത് ജയിച്ചു പോരുക എന്നല്ലാതെ ജനങ്ങളുമായിട്ട്, അല്ലെങ്കിൽ മലപ്പുറം ജില്ലയിലെ ന്യൂനപക്ഷം, ഏറനാടിലെ ന്യൂനപക്ഷം ഉണ്ടല്ലോ, ആ ന്യൂനപക്ഷങ്ങളെ യഥാർത്ഥത്തിൽ അഡ്രസ്സ് ചെയ്യണേയില്ല. എറണാകുളം ന്യൂനപക്ഷങ്ങൾ അഡ്രസ്സ് ചെയ്യുന്നില്ല. മലയോര മേഖലയിലൊന്നും ഈ കാര്യമായ ഒരു വികസനവും നടന്നിട്ടില്ല. കൃഷിക്കാർക്ക് ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അവരെ കൃഷി നശിച്ചു പോകുന്നുണ്ട്. അവരെ സംബന്ധിച്ച് കൃഷിയെ വന്യജീവികളുടെ പ്രശ്നമുണ്ട്. അങ്ങനെ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. പിന്നെ വിളകൾക്ക് കൃത്യമായ വില കിട്ടുന്നില്ല. വിതരണ രംഗം മൊത്തം ഒരു വിഭാഗം ആളുകൾ ഇടത്തട്ടുകാരുടെ കയ്യിലാണ്. ഈ പാവപ്പെട്ടവൻ ഉൽപ്പാദിപ്പിക്കുന്ന സാധനങ്ങൾക്ക് ഇടത്തട്ടുകാരനാണ് ലാഭമെടുക്കുന്നത്. കർഷകരാണ്, മലയോര മേഖലയാണ്, ഗ്രാമീണ മേഖലയാണ്, പാവപ്പെട്ടവനാണ്. അവരെ സംരക്ഷിക്കാൻ അങ്ങനെയൊക്കെയല്ലേ ചെയ്യേണ്ടത്. അത്തരത്തിലുള്ള ഒരു ആസൂത്രണം ഇവിടെ ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് തന്നെ അതിലൊന്നും ഇവിടെ ചർച്ചയാവുന്നില്ല. അതൊന്നും ചർച്ച ചെയ്യാൻ ഇവിടെ ഇവർക്ക് സമയമില്ല. എന്തായാലും ഈ 15 കൊല്ലത്തെ ചരിത്രം മാറുമെന്നും വികസനം വരും, ഏറനാട് മാറും, അതായിരിക്കും ഇത്തവണ ഉണ്ടാവാൻ തോന്നുന്നു. എന്തായാലും അങ്ങനെ ഒരു പ്രതീക്ഷ തന്നെയാണ് കയ്യിൽ ഉള്ളതെന്നറിയാം. എന്തായാലും എല്ലാതര വിജയാശംസകളും നേരുന്നു.